മാഡം മാഡം വിളിക്കുന്നുണ്ട്. ഏയ് എന്തിനാ ഇങ്ങനെ എക്കോ അടിക്കുന്നേ? മേഡം മേഡം വരുന്നുണ്ടെന്ന് എന്തിനാ പറയുന്നേ? സീതാ മാഡത്തിനെ വലിയ മാഡം വിളിക്കുന്നുണ്ട്. ഭാർഗവി മാമോ? സീത, കൺഗ്രാറ്റ്സ് മോളെ. അന്നിവിടെ ബോസ് വന്ന എല്ലാവർക്കും ചെക്ക് തന്നതുപോലെ ഇനി വലിയ മേഡം നിനക്ക് ചെക്ക് തരാൻ വേണ്ടി വന്നതാണെങ്കിലോ? ആയിരിക്കും. ഇന്നിവിടെ റാമില്ല, കണ്ടോ? അവനുണ്ടായിരുന്നെങ്കിൽ ഒരുപാട് സന്തോഷിച്ചേന്. ആദ്യം പോയി നീ ചെക്ക് വാങ്ങിട്ടോ, അത് കഴിഞ്ഞ് നിനക്ക് അവനെ ഫോൺ ചെയ്ത് പറയാലോ. വിഷു എവിടെ? മാഡം അദ്ദേഹം ഓഫീസ് ഡ്യൂട്ടി നടന്ന് കണ്ടോണ്ടിരിക്കുക. സീത വരാൻ പറഞ്ഞിട്ടുണ്ട് മാഡം. എക്സ്ക്യൂസ് മീ മാം. അല്ല, ഇത് എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? ഈ ഓഫീസ് എന്താ നിന്റെ അച്ഛന്റെ വകയാണെന്ന് വിചാരിച്ചോ? ഇതെന്തൊക്കെയാ ചരൺ? അല്ല മാം, അത് നിനക്കെന്താ ബോധമില്ലേ ചരൺ? നീ അഡ്വാൻസ് സാലറി സാങ്ഷൻ ചെയ്തിട്ടുണ്ടല്ലോ. ആർ യു ഔട്ട് ഓഫ് യുവർ മൈൻഡ്? തനിക്ക് കോമൺ സെൻസ് ഇല്ലേ? മാഡം ഇതെനിക്ക് അറിയില്ലായിരുന്നു. ഏയ് സീത, പറയങ്ങോട്ട്. ഓ, സീത നീയാണോ മോളെ? യെസ് മാം. നീ ഒരു 25 ലക്ഷം രൂപയ്ക്ക് അഡ്വാൻസ് സാലറിക്ക് അപ്ലൈ ചെയ്തായിരുന്നു. 25 lakhs? മാം, എത്ര കിട്ടുമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. റാമ എന്നോട് പറഞ്ഞത്, അതാ ഞാൻ അപ്ലൈ ചെയ്തത്. റാമോ? പേരെടുത്ത് പറയാൻ മാത്രം ക്ലോസ് ആണോ? ഇനിയിപ്പോ ഇവൾക്ക് മാത്രം അഡ്വാൻസ് സാലറി സാങ്ഷൻ ചെയ്തു കൊടുത്താ വേറെ എംപ്ലോയീസ് ഒക്കെ വന്നു ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ? തരില്ല എന്ന് പറയാൻ പറ്റുമോ അവരോട്? നീ തന്നെ പറ. ഈ കമ്പനി ഉള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ലേ? നിനക്ക് ഒരാൾക്ക് മാത്രം ഞങ്ങൾ ഫേവർ ചെയ്ത് തന്നാ ബാക്കി എല്ലാവരും എന്ത് പറയൂന്ന് പറ. പ്ലീസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്. അതിന് വേറെന്തോ പേരാ പറയാറ് അല്ലേ? ബോസ് നിനക്ക് അഡ്വാൻസ് സാലറി സാങ്ഷൻ ചെയ്തു എന്ന് തന്നെ വെച്ചോ. ബോസ് ഇവളുമായിട്ട് ക്ലോസ് ആയതുകൊണ്ട് സാങ്ഷൻ ചെയ്തു കൊടുത്തെന്ന് ആൾക്കാർ പറയാതിരിക്കോ? പാവം ഇവളുടെ ഇമേജ് എന്തായിരിക്കും? അല്ല എന്റെ ചരൺ, നിന്റെ ബുദ്ധിക്ക് ഇത് എന്തു പറ്റി? സോറി മാഡം. സോറി, അത്ര സോറി. അതുകൊണ്ടാ പറയുന്നത്, എന്തെങ്കിലും ഒന്ന് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 പ്രാവശ്യമെങ്കിലും അതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന്. ഇല്ലെങ്കിൽ എപ്പോഴും ഇതുപോലെ തല കുനിച്ച് നിൽക്കേണ്ടി വരും. അല്ലേടോ? വി കനോട്ട് ബ്ലെയിം ഹെർ. ഇറ്റ് ഈസ് നോട്ട് ഹെർ മിസ്റ്റേക്ക്. അവളുടെ ആവശ്യം എന്താണെന്ന് പോലും അറിയില്ല, പാവം. നാളെ ആവശ്യമില്ലാത്തവരും വന്ന് സീതയ്ക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്കും വേണോന്ന് പറഞ്ഞ് ബോസിന്റെ അടുത്ത് അഡ്വാൻറ്റേജ് എടുക്കാൻ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ചരൺ? മാഡം, ഞാൻ പൈസയ്ക്ക് വേണ്ടി... അയ്യോ സീത, പ്ലീസ് ഡോണ്ട് മിസ്റ്റേക്ക് മീ. ഞാൻ നിന്നെ കുറിച്ചൊന്നും പറഞ്ഞതല്ല മോളെ. നോക്ക്, ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്ന കണ്ടില്ലേ? എപ്പോഴും ഇതുപോലെ എന്തെങ്കിലും ചെയ്ത് ഇങ്ങനെ അങ്ങ് നിന്നാ പോരെ? ശരൺ, ദിസ് ഈസ് യുവർ ലാസ്റ്റ് വാർണിംഗ്. ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് ഞാൻ അറിഞ്ഞാ പിന്നെ വീട്ടിലിരിക്കേണ്ടി വരും. മനസ്സിലായല്ലോ? ഔട്ട്. സോറി മാഡം. സോറി മാം.
നീ തന്നെ പറ, ഈ കമ്പനി ഉള്ളത് ഇവിടെയുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ലേ? നിനക്ക് ഒരാൾക്ക് മാത്രം ഞങ്ങൾ ഫേവർ ചെയ്ത് തന്നാ ബാക്കി എല്ലാവരും എന്ത് പറയുമെന്ന് പറ. പ്ലീസ് ഡോണ്ട് ഗെറ്റ് മീ റോങ്. അതിന് വേറെന്തോ പേരാ പറയാറ് അല്ലേ? ബോസ് നിനക്ക് അഡ്വാൻസ് സാലറി സാങ്ഷൻ ചെയ്തു എന്ന് തന്നെ വെച്ചോ. ബോസ് ഇവളുമായിട്ട് ക്ലോസ് ആയതുകൊണ്ട് സാങ്ഷൻ ചെയ്തു കൊടുത്തെന്ന് ആൾക്കാർ പറയാതിരിക്കോ? ഇനി ഇതുപോലെ എന്തെങ്കിലും സംഭവിച്ചു എന്ന് ഞാൻ അറിഞ്ഞാ പിന്നെ വീട്ടിലിരിക്കേണ്ടി വരും. അല്ല, തനിക്കൊരു 2 ദിവസം വെയിറ്റ് ചെയ്ത് നോക്കിയൂടെ? എന്തിനാ താൻ എല്ലാത്തിനും ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നേ? സ്റ്റേ കാം. സന്തോഷം കൊണ്ട് എന്നോട് പോലും സംസാരിക്കാതെ പോകുന്ന കണ്ടില്ലേ? പൊയ്ക്കോ പൊയ്ക്കോ, നിന്റെ ലോയർ ഓഫീസിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. എനിക്ക് വേണ്ടി ലഞ്ച് ബോക്സ് ഇവിടെ വെച്ചിട്ടാണല്ലോ പോയത്. താങ്ക്സ് എടി സീത മോളെ. ഈ കപട ലോകത്തൊരാത്മാർത്ഥമായ ഹൃദയമുണ്ടായതാണ്. ഹലോ ഹലോ സൂരി. ഓ പറയുമോനെ അശോക ചക്രവർത്തി. ഞാൻ ഏത് ദേശത്തെ ചക്രവർത്തിയാ സൂരി? നിങ്ങളുടെ മരുമകൻ ഇതുവരെ ഓഫീസിലേക്ക് എത്താൻ വേണ്ടി കാത്തിരിക്കുക. കോൾ ചെയ്താൽ നോട്ട് റീച്ചബിൾ എന്നാ പറയുന്നത്. അവൻ ഇവിടെ ഒരു ബോസ് ഉള്ള കാര്യം മറന്നുപോയോ? ഓ അതെല്ലോ നിന്നോട് പറഞ്ഞിട്ട് പോകണായിരുന്നല്ലോ. എന്തെന്തെന്ത് എങ്ങോട്ട് പോയതാ സൂരി? അവന്റെ അമ്മ വാണിയുടെ ജന്മദിനാന്ന്, അതുകൊണ്ട് അമ്പലത്തിലേക്ക് പോയതവൻ. ഓക്കെ ശരി. എന്തെങ്കിലും പറയാനുണ്ടോടാ നിനക്ക്? ഒന്നുമില്ല, ഞാൻ അവരോട് പിന്നീട് കാര്യങ്ങൾ പറഞ്ഞോളാം. താങ്ക്സ് ഫോർ ദി ഇൻഫർമേഷൻ. അർച്ചന എന്തെങ്കിലും ചെയ്യാനുണ്ടോ? അമ്മയുടെ പേരിൽ അർച്ചന ചെയ്യണം. ആയിക്കോട്ടെ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. സൃഷ്ടിസ്ഥിതി വിനാശനാം ശക്തിഭൂതേ സനാദിനീം ഗുണാശ്രയേ ഗുണമയേ നാരായണീ നമോസ്തുതേ. ശരണാഗതദീനാർദ്ധപരിത്രാണായ പരായണാം സർവസ്യ തീർത്ഥഹരേ ദേവി നാരായണീ നമോസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ. ചിലപ്പോ തന്നെ രാമന്റെ തീരുമാനം തന്റെ ആ വീട് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലെന്നാണെങ്കിലോ? നമ്മുടെ സിഹിമോളും അതെ, ഇതേ വീട്ടിൽ എല്ലാ ദിവസവും സന്തോഷത്തോടെ കിടന്നുറങ്ങും. ഈ വീട് നിന്റെയാ, ദാറ്റ്സ് ഇറ്റ്. ഓഫീസിൽ നിന്ന് തനിക്ക് എന്തായാലും പൈസ കിട്ടും. ബോസ് കൊടുത്ത വാക്ക് ഒരിക്കലും തെറ്റിക്കാറില്ല. യു ക്യാൻ ട്രസ്റ്റ് ഹിം. താൻ എന്തായാലും വീട് മാറാൻ പോകുന്നില്ല, ആ വിശ്വാസം എനിക്കുണ്ട്. ഞാൻ ദാ ഇപ്പൊ ബോസിന്റെ കൂടെ വന്നപ്പോ കൺഫേം ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. എല്ലാം റെഡിയാവുമെന്ന് പറഞ്ഞതേ. മാഡം ഷോർട്ട് കട്ട് എടുത്തു പോട്ടെ? ഷോർട്ട് കട്ട് വേണ്ട, മെയിൻ റോഡ് വഴി പോയാൽ മതി. ഓക്കെ മാഡം. ഹലോ
ആ പറയടാ. ആ എമൗണ്ട് ചോദിച്ചു വന്നിരുന്നില്ലേ? നിന്റെ അടുത്തുനിന്ന് വാങ്ങിയ പൈസ ഞാൻ തരാന്ന് പറഞ്ഞതല്ല. നീ അതിന് വീട്ടിലേക്ക് പോകേണ്ട കാര്യം എന്താ? എന്തിനാ അങ്ങോട്ട് പോയേ? കറക്റ്റ് സമയത്ത് ഞാൻ എപ്പോഴേലും പൈസ തരാതിരുന്നിട്ടുണ്ടോ? മനുഷ്യനിവിടെ കഷ്ടപ്പെട്ട് തന്നെയാ പൈസ സമ്പാദിക്കുന്നത്. നിനക്ക് തരില്ല എന്നല്ല പറഞ്ഞത്, തരുമെന്ന് തന്നെയാ പറഞ്ഞത്. അതിന് വീട്ടിലേക്കൊന്നും പോകണ്ട. നിന്നെ പോലെ ബ്ലേഡ് വെച്ചിട്ട് പൈസ ഉണ്ടാക്കല്ലേ, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാ പൈസ ഉണ്ടാക്കുന്നേ. നോക്ക്, പറയുന്നത് കേക്ക്. ഇല്ലെങ്കിൽ 1 രൂപ ഞാൻ തരില്ല. നീ ആരെ കൊണ്ടുവരുന്ന എന്ത് ചെയ്യുമെന്ന് വെച്ചാ നീ അതങ്ങ് ചെയ്യ്. മാഡം 1 മിനിറ്റ് മാഡം. ഹലോ, തരാമെന്നല്ല ഞാൻ പറഞ്ഞേ. ശരി, ഞാൻ വിളിക്കുന്നുണ്ട്, വെക്ക്. മാം, സോ മുത്തശ്ശി, എനിക്ക് വെണ്ടയ്ക്ക വേണ്ട. എന്താ മോളെ, പച്ചക്കറി വേണ്ടാന്നൊന്നും പറയരുത്. വെണ്ടയ്ക്ക കഴിച്ചാ ഓർമ്മശക്തി ഒരുപാട് കൂടും. എനിക്ക് വേണ്ട, മുത്തശ്ശിന് കൊടുക്ക്. നിന്റെ പ്രായത്തിലൊക്കെ ഞാൻ എല്ലാ പച്ചക്കറിയും തിന്നാറുണ്ടായിരുന്നു. എല്ലാ പച്ചക്കറിയും നല്ലതാണോ? അതെ മോളെ, എല്ലാ പച്ചക്കറിയും ശരീരത്തിന് വളരെ നല്ലതാ. എന്നിട്ടെന്താ പച്ചക്കറിക്കൊന്നും അധികം ടേസ്റ്റ് ഇല്ലാത്ത? ഞങ്ങളുടെ ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു മോളെ. ക്യാരറ്റ് തിന്നാ എന്താ ഉണ്ടാവുക? കണ്ണിന് നല്ല കാഴ്ച കിട്ടും. ബീട്രൂട്ട്? ബീട്രൂട്ട് ഉണ്ടല്ലോ, രക്തം ശുദ്ധി ചെയ്യുന്നതാ. ഇലക്കറി? കണ്ണ്, കാല്, രക്തം എല്ലാത്തിനും നല്ലതാ. ഇനി മുതല് ഞാൻ എല്ലാ വെജിറ്റബിളും ഇട്ട് നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കും. നല്ല കോളായി. മുത്തശ്ശി, 1 മിനിറ്റ്. എന്താ മോളെ, എരിവുണ്ടോ? ഇല്ല. ഇനീഷ്യൽ എന്ന് വെച്ചാ എന്താ? ഇനീഷ്യൽ എന്ന് വെച്ചാ പേരെഴുതിയ ശേഷം നമ്മൾ വയ്ക്കില്ലേ, അതാണ് ഇനീഷ്യല്. മുത്തശ്ശ, എനിക്ക് ഇനീഷ്യൽ ഇല്ലേ? എന്റെ ഫ്രണ്ട് ശ്രേയസിനെ ശ്രേയസ് കെ എന്നാ വിളിക്കുന്നേ. എന്റെ ഫ്രണ്ട് അശ്വിനിയെ അശ്വിനി പി എന്നാ വിളിക്കുന്നേ. എന്റെ മാമിന്റെ പേര് ദിവ്യ എസ്. എനിക്കെന്താ ഇനീഷ്യൽ ഒന്നും ഇല്ലാത്തെ? മോളെ, ഈ ഇനീഷ്യൽ എന്തിനാണെന്ന് വെച്ചാലേ ഒരേ ക്ലാസ്സിലെ ഒരേ പേരുള്ള 2-3 കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ, അവരെ മാറിപ്പോകാതിരിക്കാനാ. അതിന് വേണ്ടിയാ ഇനീഷ്യൽ കൊടുക്കുന്നേ. ഇപ്പോ നിന്റെ ക്ലാസ്സിലെ വിഷ്ണു എന്ന പേരിൽ എത്ര പേരുണ്ട്? 3. അവരുടെ ഇനീഷ്യൽ എന്താ? കാർത്തിക് പി, കാർത്തിക് എം ആൻഡ് കാർത്തിക് ആർ എസ്. കണ്ടില്ലേ, ഇപ്പോ നിന്റെ ടീച്ചറെ ക്ലാസ്സിലേക്ക് വന്ന് കാർത്തിക് എന്ന് വിളിച്ചാ ആരെ വിളിച്ചെന്ന് മനസ്സിലാക്കണ്ടേ? അതിന് വേണ്ടിയാ ഇനീഷ്യല്. രക്ഷിതാവിന്റെ പേരോ അല്ലെങ്കിൽ അവരുടെ വീട്ടുപേരോ അവരുടെ പേരിന്റെ കൂടെ വയ്ക്കാറുണ്ട്. രശ്മിതാവ് അല്ല മോളെ, രക്ഷിതാവ് എന്ന് പറഞ്ഞ പേരൻസ്. അപ്പോ എനിക്ക് എന്റെ സീതമ്മയുടെ പേര് വെക്കാൻ പറ്റുമോ? എന്താ, സീതമ്മയുടെ പേര് ഇടാൻ പാടില്ലേ? അതിനൊന്നും ഒരു കുഴപ്പമില്ല മോളെ. സീതമ്മയുടെ പേര് എസ്, എന്റെ പേര് സിഹി എസ് അല്ലേ മുത്തശ്ശ? കറക്റ്റ്. മൈ നെയിം ഈസ് സിഹി എസ്. SIHI S. S ക്യാപിറ്റൽ. സീതയുടെ ആദ്യത്തെ അക്ഷരം എസ്. എസ് എന്ന് വെച്ചാ സീത. എന്റെ ടേസ്റ്റ് ഇത്രയും നന്നായിട്ട് അറിയാവുന്നത് സീതയ്ക്ക് മാത്രം.
സർ എന്താ ഇത് ഇവിടെ വർക്ക് സൈറ്റ് ഒക്കെ ഉള്ള പരിപാടിയാണോ? അങ്ങനെയൊന്നുമില്ല, 1-2 കോൾസ് ഉണ്ടായിരുന്നു, അത് ചെയ്യാൻ വേണ്ടി വന്നാ. I will leave. സർ ഫുഡ്. അയ്യോ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല, ഇത് സീത തന്നിട്ട് പോയതാ. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ കഴിക്കേ. അത് കുഴപ്പമില്ല സർ. ഓ നിങ്ങളുടെ ചെറിയമ്മ ഇന്ന് ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് കണ്ട എന്ത് കരുതുന്നുള്ള പേടിയാണല്ലേ നിങ്ങൾക്ക്? ഡോൺ വെറി, അവരെപ്പോഴേ പോയി. സർ ഈ പാത്രം എന്റെ അല്ല നിങ്ങളുടെ അല്ല, പിന്നെ കഴിക്കാൻ ഇത്ര മടി എന്തിനാ? ഈ പ്രിയ നിങ്ങൾക്കൊരു കോമഡി പീസാണല്ലേ. ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് ചിരി വരുമോ? അയ്യോ അങ്ങനെയൊന്നുമില്ല. എനിക്കറിയാം, ഈ ചിരിയില്ലേ അതാ എനിക്ക് ഏറ്റവും ഇഷ്ടം. ഞാനും ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കുന്നതല്ലേ എപ്പോഴും. ഇറ്റ്സ് ഓക്കെ സർ. ഇവിടെ ഇപ്പൊ ഇരിക്കാൻ വേറെ ആരും ഇല്ലല്ലോ. നിങ്ങളെ കുറിച്ച് പറ. ഇരുന്നോളൂ സർ. അയ്യോ അവിടെ ഇരിക്കേ സർ. നിങ്ങളുടെ ഫാമിലിയില് ചെറിയമ്മ, ചെറിയച്ഛൻ, മുത്തശ്ശനും അല്ലാതെ വേറെ ആരൊക്കെ ഉള്ളത്? സോറി തെറ്റിദ്ധരിക്കല്ലേ, ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്. എന്തായാലും എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഇതൊക്കെ അറിയേണ്ടതല്ലേ. നേരത്തെ അറിയുവാണെങ്കിൽ അത്രയും നല്ലതല്ലേ. സർ നിങ്ങളുടേത് വളരെ വലിയൊരു ഫാമിലിയാണെന്ന് തോന്നല്ലോ. ഞാൻ കണ്ടില്ലേ PG യിലാ താമസം. അതേ PG ആന്റി, ആഴ്ചയിൽ മാറുന്ന റൂംമേറ്റ്സ്. എന്റെ PG യിൽ എങ്ങനെ അലോ ചെയ്തിരുന്നെങ്കിൽ നിങ്ങളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയേനെ. സർ എല്ലാരും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സന്തോഷാവില്ലേ? എനിക്ക് ജോയിന്റ് ഫാമിലി എന്ന് വെച്ചാൽ ഒരുപാട് ഇഷ്ടമാ സർ. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ആദ്യത്തെ കുട്ടീന്ന് കേട്ടല്ലോ, അപ്പൊ നിങ്ങളെ എല്ലാവർക്കും ഇഷ്ടായിരിക്കും അല്ലേ? സോറി എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ചോദിച്ച് നിങ്ങൾക്ക് ആൻസർ പറയാൻ പോലും സമയം തരാതെ വളവളാന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണല്ലേ. നിങ്ങൾ പറഞ്ഞു. ഞാനെന്ത് പറയാ, താൻ പറഞ്ഞതൊക്കെ ശരിയാ. അതെല്ലേ, നിങ്ങളെ കുറിച്ച് എല്ലാ കാര്യവും എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. ഞാൻ ബോസ് അല്ല, ഞാൻ ദേശായി കുടുംബത്തിലെ ആരുമല്ലെന്ന് എങ്ങനെ പറയും? ഞാൻ എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് ഫ്യൂച്ചറിലെങ്കിലും ഒരു ജോയിന്റ് ഫാമിലി കിട്ടണേ ദൈവമേന്ന്. ആ ദൈവം ഇനി എന്റെ തലയിൽ എഴുതി വെച്ചിരിക്കുന്ന എന്താണെന്ന് ആര് കണ്ടു? നിങ്ങളുടെ പ്രാർത്ഥന നടക്കട്ടെ. താങ്ക് യു സർ. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ അത് ഉറപ്പായിട്ടും എന്തായാലും നടക്കും. സീത ഈ ബോക്സ് എന്നിട്ട് എങ്ങോട്ടാ പോയെന്ന് എന്തെങ്കിലും അറിയോ? അത് എങ്ങോട്ടാണെന്ന് അറിയില്ല. പൈസ കിട്ടിയ സന്തോഷമാണോ എന്തോ ഈ പാത്രം മറന്നു വെച്ചിട്ട് എന്നോട് പോലും പറയാതെ ഓഫീസിൽ നിന്ന് പോയി. ഭാർഗവിമം വിളിച്ചു, ഇവള് പോയി. എനിക്ക് അത്രേ അറിയുള്ളൂ. യു ക്യാരി ഓൺ, നിങ്ങൾ ലഞ്ച് കഴിക്കേ. ഐ വിൽ കം. അല്ല സർ, ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പോയിക്കോ സർ. വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. ഞാനിവിടെ ഉണ്ടാവുമെന്ന് എങ്ങനെ അറിഞ്ഞത്? അറിയാൻ ഒരു വഴിയില്ലല്ലോ, കാരണം ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യം ആരോടും പറഞ്ഞിട്ടില്ല. അല്ല, ഓഫീസ് ടൈമില് താൻ അങ്ങനെ സാധാരണ പുറത്തേക്കൊന്നും പോവാറില്ലല്ലോ. മനസ്സിലായി. കൺഗ്രാറ്റുലേഷൻസ്. കാര്യം മനസ്സിലായി. സാലറി അഡ്വാൻസ് കിട്ടിയതിന് ദൈവത്തിനോട് താങ്ക്സ് പറയാൻ വന്നതല്ലേ? അതിന്റെ കൂടെ എനിക്കും താങ്ക്സ് പറയാൻ മറക്കണ്ട. എന്നാ പറഞ്ഞു. എന്തു പറ്റി സീത? ഞാനിവിടെ ഉണ്ടാവുമെന്ന് താൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ? ആക്ച്വലി ഇന്നൊരു സ്പെഷ്യൽ ഡേയാ, അതാ ഞാൻ അമ്പലത്തിലേക്ക് വന്നത്. ഡോണ്ട് വറി, തന്റെയും ദൈവത്തിന്റെ ഇടയിൽ ഞാൻ എന്തായാലും വരാൻ പോകുന്നില്ല. താൻ പോയി തൊഴുതിട്ട് വന്നോളൂ. ഇനി മേലാൽ ഒരു കാര്യത്തിനും എന്റെ അടുത്തേക്ക് വരരുത് റാം. എന്നെ എന്റെ വഴിക്ക് വിട്ടേക്ക്. എന്തു പറ്റി? നിങ്ങൾ ബോസിനോട് എന്നെ പറ്റി എന്താ പറഞ്ഞത് റാം? ഞാൻ നിങ്ങളോട് സാലറി അഡ്വാൻസിനെ പറ്റി ചോദിച്ചോ? ഇല്ലല്ലോ. നീ നിന്റെ ഇഷ്ടത്തിന് വന്ന് പറഞ്ഞതല്ലേ. ഞാൻ ആരെടുത്തെങ്കിലും ഇത് വേണമെന്ന് പറഞ്ഞോ? എന്തെങ്കിലും സഹായം ചോദിച്ചോ? സാലറി അഡ്വാൻസ് ഞാൻ ചോദിച്ചതിന് ആദ്യം ഉത്തരം താ. എന്നെ പറ്റി നീ എന്താ കരുതിയേക്കുന്നേ? സീത, ഞാൻ ഇത് എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യുമായിരുന്നു റാം. ഈ ഒരു കാര്യം കൊണ്ടാ
ഞാൻ ഒരാളോട് പോലും സഹായം ചോദിക്കാതെ ജീവിക്കുന്നത്. ഇപ്പൊ എന്തുണ്ടായിട്ടാ സീത താൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഓ, നിനക്കപ്പോ കാര്യം എന്താന്ന് അറിയില്ല അല്ലേ? എന്നാ അങ്ങനെ ആവട്ടെ. എഗ്രിമെന്റ് പ്രകാരം എനിക്ക് എത്രയാണോ സാലറി അത്രയും മതി. ഇങ്ങനെ വേണ്ടാത്ത വഴിക്ക് വരുന്ന പൈസയൊന്നും എനിക്ക് വേണ്ടേ വേണ്ട.